viewers, welcome back to our channel Wonderful Ideas. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പൊറാട്ട ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ്. വീശുകയൊന്നും വേണ്ട. വീശി ഉണ്ടാക്കുന്ന പൊറാട്ട എങ്ങനെയാണെന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ആദ്യം ഒരു 3 കപ്പ് മൈദ എടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പിടുക. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കി അതിലേക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കാം. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം ഇനി നമുക്ക് കുഴച്ചെടുക്കാൻ. ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് നന്നായി നമ്മൾ കുഴച്ചെങ്കിലേ നമ്മുടെ പൊറാട്ട സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കാം. ഇങ്ങനെ സോഫ്റ്റ് ആകുന്നത് വരെ അല്പാൽപമായി വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുഴച്ചെടുക്കേണ്ടതാണ്. ഇനി അല്പം കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ പുരട്ടി ഒരു നനഞ്ഞ തുണി കൊണ്ട് 1 മണിക്കൂർ നേരം കവർ ചെയ്ത് വെക്കുക. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കാം. പൊറോട്ടയുടെ മാവ് നന്നായി കുഴച്ചെടുക്കുന്നതിനനുസരിച്ചായിരിക്കും പൊറോട്ട സോഫ്റ്റ് ആകുന്നത്. ഇനി ഇതുപോലെ ഓരോ ഉരുളകളായി മാറ്റി വെക്കാം. ഇനി അല്പം കോക്കനട്ട് ഓയിൽ തന്നെ മീതെ പുരട്ടി നന്നായി എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഒന്നുകൂടെ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് അരമണിക്കൂർ നമുക്ക് വെക്കാം. ഇതാ ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കണം. അല്പം വെളിച്ചെണ്ണ പുരട്ടി നമുക്കിത് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഞാൻ കൈകൊണ്ട് പരത്തുന്നതും അല്ലാതെ പരത്തുന്നതും നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി തിന്നായി പരത്തിയെടുക്കണം. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ വരയിട്ട് കൊടുക്കാം. ഇത് വീശിയിട്ട് കീറി പോകുന്നവർക്കും അതുപോലെ അറിയാത്തവർക്കൊക്കെ എളുപ്പമുള്ളതാണ്. വീശി അടിക്കുന്ന പൊറാട്ടനെ പോലെ തന്നെ നന്നായി വരുന്നതാണ് ഇത്. ഇതുപോലെ ഇനി നമുക്ക് ഓരോന്നും ചുരുട്ടിയെടുക്കാം. ഇനി അതല്ലാതെയും എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കണം. ഇനി ഇതേപോലെ തന്നെ കൈകൊണ്ടോ അല്ലെങ്കിൽ കുഴൽ ഉപയോഗിച്ചോ നമുക്ക് പരത്തി എടുക്കാം.
എന്നിട്ട് കത്തി ഉപയോഗിച്ച് ഇതുപോലെ വരയിടുക. ശേഷം ഇതേപോലെ സൈഡിൽ നിന്നും പൊക്കിയെടുത്ത് റോൾ ചെയ്ത് കൊടുത്താലും മതി. കണ്ടോ, ഇങ്ങനെ ചെയ്യാം. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് വളരെ എളുപ്പം. പൊറോട്ട ഉണ്ടാക്കുന്നത് ഒരു ഭാരമായി തോന്നുകയേയില്ല. വെരി സിമ്പിളാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമ്മൾ വാങ്ങുന്ന പൊറോട്ടയുടെ അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. കണ്ടോ, ഞാൻ കൈ കൊണ്ട് മാത്രം പരത്തിയെടുത്തതാണ് ഇത്. പത്തിരിക്കോലൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് ഇതുപോലെ കീറിയെടുത്ത് ഒരറ്റത്തു നിന്നും മെല്ലെ പൊക്കിയെടുത്ത് ചുരുട്ടിയെടുത്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പമുള്ളത്. ഇങ്ങനെ ഓരോ ഉരുളകളും നമുക്ക് തയ്യാറാക്കി വെക്കാം. എന്നിട്ട് അതിൽ നിന്നും നമ്മൾ തയ്യാറാക്കി വെച്ച ഓരോ ഉരുളകളും എടുത്ത് ഒന്നുകൂടെ പരത്തിയെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി നമുക്ക് അതിൽ ഓരോന്നായിട്ട് അല്പം എണ്ണ തൂവിക്കൊടുത്ത് ഓരോന്നോരോന്ന് നമുക്ക് ചുട്ടെടുക്കാം. 2 or 3 ആകുന്നത് വരെ അങ്ങനെ ചുട്ടെടുത്ത് ഒന്നിച്ച് വെച്ച് നന്നായി അടിച്ചെടുക്കണം. എങ്കിലേ പൊറോട്ട നമുക്ക് സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇതുപോലെ നന്നായി നമുക്ക് അടിച്ചെടുക്കാം. എങ്കിലേ പൊറോട്ട സോഫ്റ്റായി ലെയറായി കിട്ടുകയുള്ളൂ. ഇതാ കണ്ടോ, നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ലെയറായിട്ട് ഓരോന്നും വേറിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ആർക്കും ഇത് ആദ്യ പരിചയമൊന്നും വേണ്ട. ആർക്കും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇനി കാണും വരേക്കും ബൈ. താങ്ക് യു.